മതവിശ്വാസങ്ങൾ മറ്റുള്ളവരെ വെറുക്കാനും അകറ്റാനുമുള്ള മാർഗങ്ങളാക്കി മാറ്റി തീർക്കുന്ന വർഗീയ ശക്തികളെ പടിക്ക് പുറത്തു നിർത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്രിസ്മസ് ആശംസയെ അദ്ദേഹം പുറത്തുവിട്ട നീണ്ട ഫേസ്ബുക്ക് കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അദ്ദേഹം കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞിങ്ങനെയാണ്, മുഖ്യമന്ത്രിയുടെ സന്ദേശം ഇങ്ങനെയാണ്: മതങ്ങൾ മനുഷ്യരെ വേർതിരിക്കുന്ന മതിലുകളല്ല, മറിച്ച് ഒരു ചരടിൽ മുത്തുകളെന്ന വണ്ണം മനുഷ്യരെ കോർത്തിണക്കേണ്ട മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശവാഹകരാകണം. കേരളം ഇക്കാര്യത്തിൽ ലോകത്തിന് മുന്നിൽ എക്കാലവും ഒരു മാതൃകയാണ്. എല്ലാ ആഘോഷങ്ങളും സ്നേഹത്തിൻ്റെ മധുരം പങ്കുവെക്കാനുള്ള അവസരമായാണ് നമ്മൾ കാണാറുള്ളത്. ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷങ്ങളിൽ മറ്റുള്ളവരും ഒത്തുചേരും. ഇത് കേരളത്തിൻ്റെ പാരമ്പര്യമാണ്. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും അവരുടെ സന്തോഷങ്ങൾ തൻ്റെ സന്തോഷങ്ങളെ കാണാനുമുള്ള വിശാലത മലയാളിയുടെ പ്രത്യേകതയാണ്. മതങ്ങളെ മനുഷ്യത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മനോഹര ആവിഷ്കാരങ്ങളെ നിലനിർത്തുന്ന ഉദാത്ത വിശ്വമാനവികതയാണ് നമ്മുടെ കരുത്ത്. അതിനെ ദുർബലപ്പെടുത്താനും മതവിശ്വാസത്തെ അപരവിദ്വേഷത്തിൻ്റെ ഹേതുവായി മാറ്റാനും ചില ക്ഷുദ്ര വർഗീയ ശക്തികൾ ഇന്ന് കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാർ നടത്തിയ ചില ആക്രമണങ്ങൾ ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേരളത്തിനും മലയാളികൾക്കും അപമാനമായി മാറുന്ന ഈ സംസ്കാര ശൂന്യർക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അവരെ ചെറുക്കാനും ഈ നാടിൻ്റെ യഥാർത്ഥ സത്തയെ സംരക്ഷിക്കാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങളെ മുഖരിതമാകട്ടെ. വിശ്വാസം കേവലമായ ചര്യയല്ലെന്നും മറിച്ച് മനുഷ്യ സ്നേഹത്തിൻ്റെ സാക്ഷാത്കാരമാണെന്നും ലോകത്തിന് കാണിച്ചു കൊടുത്ത ജീവിതമായിരുന്നു യേശുവിൻ്റേത്. ത്യാഗത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും അനശ്വര പ്രതീകമാണ് ക്രിസ്തു. അശരണരെയും ആലംബഹീനരെയും ചേർത്ത് നിർത്തിയ യേശു അനീതികൾക്കെതിരെ വിമോചനത്തിൻ്റെ ശബ്ദം ഉയർത്തുകയാണ് ചെയ്തത്. യേശുവിൻ്റെ ത്യാഗം എല്ലാ മനുഷ്യർക്കും ലോകത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മതവിശ്വാസങ്ങളെ മറ്റുള്ളവരെ വെറുക്കാനും അകറ്റാനുമുള്ള സങ്കൂചിത ചിന്താഗതികളാക്കി പരിവർത്തനം ചെയ്യുന്ന വർഗീയ ശക്തികളെ കേരളത്തിൻ്റെ പടിക്ക് പുറത്തു നിർത്താം. എല്ലാവർക്കും ഒത്തൊരുമിച്ച് ആഹ്ലാദത്തോടെ ക്രിസ്മസ് ആശംസിക്കാം, ആഘോഷിക്കാം. ഏവർക്കും ഹൃദയപൂർവ്വം ക്രിസ്മസ് ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞാണ് അതിൻ്റെ ആശംസാക്കുറിപ്പ് അവസാനിക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് നടത്തിയ സംഘപരിവാറിൻ്റെ ആക്രമണത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അത്തരം ആക്രമണം നടത്തുന്നവരെ പടിക്ക് പുറത്ത് നിർത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് നടന്ന ആക്രമണത്തിനെതിരെ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളും ഒരുപാട് പേരാണ് അവലംബിച്ചിട്ടുള്ള. അതിനൊപ്പം തന്നെ ഒരു ശക്തമായ ഒരു കുറിപ്പാണ് ഈ വിഷയത്തിലും, മാത്രമല്ല ക്രിസ്മസിൻ്റെ വിഷയത്തിലും, മൊത്തത്തിൽ സംഘപരിവാർ ക്രൈസ്തവ വിഭാഗത്തിനെതിരെ നടത്തുന്ന ആക്രമണത്തിൻ്റെ വിഷയത്തിലും മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെയാണ് ക്രിസ്മസ് ആശംസയും അദ്ദേഹം നേർന്നിട്ടുള്ളത്.